പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ടയേഴ്സിനെ പറ്റി ഇന്ന് സംസാരിക്കാം. നമ്മുടെ നാട്ടിൽ നല്ല ഒരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. ട്രാക്ക് ടയർ എന്ന് പറഞ്ഞ് വില കുറഞ്ഞ് നമുക്ക് കുറേ ടയറുകൾ കിട്ടാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ആയിരിക്കും ഞാൻ സംസാരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ടയേഴ്സ് വണ്ടിക്ക് മാറുമെങ്കിൽ ഇപ്പോൾ ഈ വണ്ടീൻ്റെ തന്നെ ടയർ, ഈ ബാക്ക് ടയർ നിങ്ങൾക്ക് ഇതിപ്പോൾ അപ്പോളോ H1 എന്ന് പറഞ്ഞ ടയറാണ് കിടക്കുന്നത്. ഫ്രണ്ടിലും അപ്പോളോൻ്റെ ടയറാണ് കിടക്കുന്നത്. ഇപ്പോൾ ഈ ബാക്ക് ടയറിന് തന്നെ 5700 രൂപ, ഫ്രണ്ട് ടയറിന് തന്നെ 4700 to 4500 നമുക്ക് ടയർ കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു പകരമായിട്ട് ഇപ്പം കുറേ നമുക്ക് സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ടയറുകൾ കിട്ടാറുണ്ട്. അത് ഈ ട്രാക്ക് യൂസ്ഡ് ടയേഴ്സ് ആയിരിക്കും. കുറേ നല്ല നല്ല ഫൈൻഡുകൾ നമുക്ക് അതിനകത്ത് കിട്ടും. പക്ഷേ കുറേ പേര് ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്, റോഡിൽ ഇപ്പോൾ ഒരു R15 180 സെക്ഷൻ ടയർ ഇടുന്നു, 160 സെക്ഷൻ ടയർ ഇടുന്നു. ഭയങ്കര വലിയ വലിയ ടയറുകളായിരുന്നു. ആ ടയർ കൊണ്ട് നിങ്ങളുടെ വണ്ടിക്ക് ലാഭമല്ല, നേരെ മറിച്ച് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, ഞാൻ എന്തിനാണ് അത് ദോഷം വരുന്നതെന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പം ലെറ്റ്സ് ഒരു 130 സൈസ് ആ ടയർ സ്റ്റോക്ക് നമുക്ക് വരുന്നത്, ആ വണ്ടിക്ക് നമുക്ക് ഏറ്റവും കൂടി അപ്സൈസ് ചെയ്യുവാണെങ്കിൽ പോലും 140 മാക്സിമം 150 വരെ ഇടാവുള്ളൂ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 180 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ടയർ ഇങ്ങനെ റൗണ്ടായി ഇങ്ങനെ ബൾജ് ചെയ്ത് വരും. പിന്നെ നിങ്ങളുടെ കോൺടാക്റ്റ് സർഫേസ് ഏരിയ കൂടും. അപ്പം വണ്ടീൻ്റെ വലിവ് കുറയും, മൈലേജ് കുറയും, ചെയിനും സ്പ്രോക്കറ്റിനകത്ത് നല്ല ഒരു പ്രഷർ വരാൻ തുടങ്ങും. അത്രയോടെ സർഫേസ് അത് വലിച്ചുകൊണ്ട് പോകണ്ടേ. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് നഷ്ടം? നിങ്ങളുടെ ബ്രേക്കിങ്ങിന് അത് എഫക്റ്റ് ചെയ്യും, നിങ്ങളുടെ കോർണറിങ്ങിന് അത് എഫക്റ്റ് ചെയ്യും, നിങ്ങളുടെ ചെയിനും സ്പ്രോക്കറ്റിനും അത് എഫക്റ്റ് ചെയ്യുന്നത്. കമ്മിങ് ടു ദ പോയിന്റ്, ട്രാക്ക് ടയറിനെ പറ്റി. ട്രാക്ക് ടയർ എന്താണെന്നറിയാം നിങ്ങൾക്ക്? ട്രാക്ക് ടയർ നല്ലതാണ്, പക്ഷേ നിങ്ങളുടെ സൈസ്, നിങ്ങളിപ്പോൾ 130 യൂസ് ചെയ്യണം, 140 അല്ല 150 മാക്സിമം. ഇപ്പോൾ ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്നത് 150 വരുന്നത്, ഇതിനകത്ത് 160 വരെ ഞാൻ പോകത്തുള്ളൂ, അതിൻ്റെ മണ്ടയിലോട്ട് പോകത്തില്ല. ഒത്തിരി റൗണ്ട് എഡ്ജസ് ഉള്ള ടയർ നിങ്ങൾ എടുക്കാതിരിക്കുന്നതെന്നല്ല. എന്താണെന്ന് വെച്ചാൽ അത് അൺഈവൻ വെയർ ആൻഡ് ടിയർ വരും. ഗൈസ്, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ടയറിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റാണ് ഇവിടെ വരുന്നത്. ഇത് നിങ്ങൾക്ക് കാണാം 14/24. ഈ ടയർ 2024 മാറിയ ടയറാണ്. അപ്പോൾ ടയറിൻ്റെ ഈ 4 ഡിജിറ്റാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ഡേറ്റ് ആയിരിക്കും, ഇത് ഇയറും ആയിരിക്കും, ലാസ്റ്റിലെ 2 ഇത് 2024 ടയറാണ്. അപ്പോൾ നിങ്ങൾ ട്രാക്ക് ടയർ എടുക്കുമെങ്കിൽ എപ്പോഴും ആ ഒരു ഇയറൂടെ നോക്കണം. ഒത്തിരി ചിലപ്പോൾ 2, 3, 4 വർഷം പഴയമുള്ള ടയർ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അല്ലെ തന്നെ ആ വണ്ടിക്ക് ടയറിൻ്റെ കമ്പൗണ്ട് ഹാർഡായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ടയർ എത്ര നല്ല സ്റ്റിക്കി ടയറാന്ന് പറഞ്ഞാൽ ആ ടയർ വേസ്റ്റ് ആയിരിക്കും. അപ്പം ഇയർ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ടയറിന് എപ്പോഴും. അപ്പോൾ ഗൈസ്, നിങ്ങൾ ട്രാക്ക് ടയർ എടുക്കുമെങ്കിൽ അല്ലെ ഏതെങ്കിലും ടയർ എടുക്കുമെങ്കിൽ എപ്പോഴും ഈ ഡേറ്റ് ശ്രദ്ധിക്കുക. നല്ല ഒരു ഗ്രിപ്പുള്ള ടയർ തന്നെ എടുക്കുക. പൈസ ഇല്ല മാത്രം യൂസ് ടയർ എടുക്കുക. പൈസ ഉണ്ട് എപ്പോഴും പുതിയ ടയർ തരുന്ന പെർഫോമൻസ് ഒരിക്കലും പഴയ ടയർ തരത്തില്ല. അത് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത എന്തെങ്കിലും പരിപാടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.